ഹലോ എവ്രിവൺ. നമുക്ക് പഠിക്കണ്ടേ? പഠിക്കാൻ ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് ഒരുപാട് മാർക്കൊക്കെ വാങ്ങി വലിയ പഠിത്തത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ ബേസിക് തിങ്. നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കി നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മാർക്സ് ഉണ്ട്, യെസ്, മാർക്സ് ആർ വെരി മച്ച് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിലുപരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്ട്സ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവും. നമ്മളുടെ ഡെയിലി ലൈഫിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിലബസിൽ, നമ്മുടെ കേരള ആൻഡ് CBSE സിലബസിൽ കണ്ടുവരുന്ന ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. നമ്മൾ മലയാളം പഠിക്കും, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കും, സോഷ്യൽ സ്റ്റഡീസ് പഠിക്കും, മാത്സ് പഠിക്കും. ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ 10th വരെ ഉള്ളത്. എപ്പോഴും എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ആണ്, എന്തിനാണ് നമ്മൾ ഈ സബ്ജക്ട്സ് ഓരോന്ന് പഠിക്കുന്നതെന്നൊക്കെ. ഇപ്പം നമ്മൾ ഓരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മലയാളം ഇസ് അവർ ലാംഗ്വേജ്, മദർ ടങ് ആണ്. സോ മലയാളം പഠിക്കുന്നത് ഈസ് എ വെരി ഗുഡ് തിങ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ ലാംഗ്വേജ് എവ്രി വൺ ക്യാൻ സ്പീക്ക്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബെറ്റർ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. പിന്നെ നമ്മൾ സയൻസ് സബ്ജക്റ്റിലോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ തന്നെ വി ഹാവ് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് അലക്കുകയാണ്. ഒരു ഡ്രസ്സ് അലക്കുന്ന സമയത്ത് അതിലൊരു മഞ്ഞളിൻ്റെ കറ വീണിട്ടുണ്ട്. സോ ആ ഡ്രസ്സ് സോപ്പ് പൊടിയിലിട്ട് അലക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചിലപ്പോൾ ചേഞ്ച് കളർ വരും. അതൊക്കെ നമ്മൾ അറിയുന്നെങ്കിൽ നമുക്ക് കെമിസ്ട്രി അറിയണം, അല്ലേ? ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി അറിയണം. അതുപോലെ തന്നെ ലൈക്ക് ഫിസിക്സ്, നമ്മളൊരു ബസ്സിൽ പോവുകയാണെങ്കിൽ ആ ബസ് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ വീഴാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ബയോളജി ആണെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ടായിരിക്കും ഈ ചുമയും തുമ്മലൊക്കെ വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ ബ്ലോക്ക് വരുന്നതെന്ന്? അയ്യോ 2 ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ബ്ലോക്ക്, വാട്ട് ഈസ് ബ്ലോക്ക്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എവറിത്തിങ് ഈസ് റിലേറ്റഡ്. ഇനി നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വി ഹാവ് ഹിസ്റ്ററി. നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററി എല്ലാം അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ പൊളിറ്റിക്സ്, വി ഹാവ് എക്കണോമിക്സ്, പിന്നെ നമ്മുടെ ജോഗ്രഫി, നമ്മുടെ ലാൻഡ്, നമ്മൾ ജീവിക്കുന്ന അവിടെ, നമ്മുടെ ഭൂമി എങ്ങനെയാണ്, എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ഇതുവരെ പറയാത്ത മാത്സ് ഇറ്റ് ഈസ് എ ബേസിക് ക്വാളിറ്റി. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന എല്ലായിടത്തും മാത്സ് ഉണ്ട് ആക്ച്വലി. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ പറയും കോസ് തീറ്റ, ടാൻ തീറ്റ, മറ്റേ സൈൻ തീറ്റ ഒക്കെ എന്താണെന്ന്. ആക്ച്വലി നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം, അല്ലേ? നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് ആ ബ്രെയിൻ സ്ട്രെങ്ത് കിട്ടാനായിട്ട് ഇറ്റ് ഈസ് വെരി ഗുഡ് ടു ഡു ദിസ് കൈൻഡ് ഓഫ് മാത്സ് ആൻഡ് ഓൾ. അതുകൊണ്ടാണ് മാത്സ് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടല്ലോ. അത് ഞാൻ റീസെൻ്റ്ലി എന്നല്ല, ഞാൻ ഒരുപാട് നാളെ കാണുന്ന കമൻറ്റ് സെക്ഷൻസിലും ട്രോൾസിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പോഴും അറിയില്ല എന്തിനീ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിച്ചു. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനാണ്. ഒന്നിരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. പിന്നെ മാർക്സ് ആർ ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഒരു കാര്യം പഠിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കുകയാണെങ്കിൽ ഇന്ന് ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് മാർക്സ് വേണം. അതായത് ഇപ്പോൾ ഈ SLC എക്സാം, ഈ 10th എക്സാംസിൻ്റെ റിസൾട്ട്സ് വന്നപ്പോൾ എല്ലാവരും 10th എക്സാംസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രേവ് ചെയ്യുന്നു. എല്ലാവർക്കും A+. ആക്ച്വലി A+ മേടിക്കുന്നതിലല്ല കാര്യം. പക്ഷേ A+ മേടിക്കുന്ന ആൾക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല. A+ അത് അത്രയും കഷ്ടപ്പെട്ട് ടാലൻറ്റ് ആ കുട്ടി പഠിച്ചെടുത്ത കാര്യമാണ്. സോ വി ഷുഡ് അപ്രിഷ്യേറ്റ് അത്. A+ മേടിച്ച ആൾ, ഇപ്പോൾ സ്റ്റേറ്റിൽ A+ മേടിച്ച ആളായാലും CBSE ഫുൾ A1 മേടിച്ച ആൾക്കാരായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. എന്ന് കരുതി ഒരു A+ മേടിക്കാത്ത കുട്ടികൾ മോശമല്ല. അവർക്ക് അവരുടേതായ ടാലൻറ്റിലാണ് അവർ പഠിച്ചത്. പക്ഷേ ഇന്ന് ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് നമ്മൾ അംബീഷ്യസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ മാർക്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത്രയ്ക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് മാർക്സിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. അല്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10th മാർക്സ് +1 അഡ്മിഷൻ എടുക്കാൻ, അതല്ലാതെ അതിൻ്റെ യൂസ് ഇല്ല. പിന്നെ നമ്മൾ റാൻഡംലി എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു റിസൾട്ട്സ് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. അതർ ദാൻ ഒരു ആവശ്യമില്ല 10th മാർക്സ്. ഈവൻ +2 +1 അഡ്മിഷൻ്റെ സമയത്താണ് ആ +1 അഡ്മിഷൻ്റെ മാർക്കിൻ്റെ ആവശ്യം. പക്ഷേ ഇതെല്ലാം ഉണ്ട്.
പക്ഷേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ല, നമ്മൾ പഠിച്ച കാര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാട്ട് യു ലേൺ, എന്ത് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷിലൊരു പോയം പഠിക്കുകയാണെങ്കിൽ ആ പോയത്തിലുള്ള ഉള്ളിലുള്ള ഡീപ്പ് മീനിങ് ചിലപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കൊള്ളുമായിരിക്കും. അത് പക്ഷേ ഇരുന്നൊന്ന് ആലോചിക്കണം. പക്ഷെ അങ്ങനെ ഇരുന്ന് ആലോചിക്കുന്ന ആൾക്കാർ 100-ൽ 100 മേടിക്കണം എന്നില്ല. സോ ഇതെല്ലാം ഫാക്റ്റാണ്, ഇതെല്ലാം കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി ബയോളജി പഠിക്കാനാണ്. സോ ഐ ആം ഹിയർ ടു ടീച്ച് യു ബയോളജി. എനിക്ക് ആവുന്ന വിധത്തിൽ ഞാൻ പഠിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റണം. എവ്രിത്തിങ് ഇൻ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈഫ് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫുള്ള ജീവനുള്ളതിനെ എന്തിനെ പറ്റിയുള്ള സ്റ്റഡീനെ നമ്മൾ ബയോളജി എന്ന് പറയുക. അപ്പോൾ ജീവനുള്ളതിനെ പറ്റി അത് എന്തുകൊണ്ടാണ് ആ ജീവനുള്ളത് തൊട്ട് എല്ലാ കാര്യങ്ങളുമാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആവാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി. അതുപോലെ തന്നെയാണ് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും സോഷ്യൽ സ്റ്റഡീസും. എവറിത്തിങ് ഈസ് ഈസി ആൻഡ് ഗോ. നമുക്ക് നോക്കാം, ഈസിയായിട്ട് നോക്കാം. ഓക്കെ.